നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ സിനിമാ സംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ്. മാത്രമല്ല അവിടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക കൂടിയായിരുന്നു. അതായത് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇടവേള ബാബു ആയിരുന്നു 25 വർഷമായി. ഇപ്പോൾ മാറി സിദ്ദിഖായിരിക്കുന്നു. പ്രസിഡന്റ് മോഹൻലാൽ തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ട്രഷറർ ഉണ്ണി മുകുന്ദനാണ്. അപ്പോൾ ഈ യോഗത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപിക്ക് അവിടെ ഒരു സ്വീകരണ പരിപാടിയൊക്കെ താരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ വളരെ ഒരുപാട് നാളുകളായിട്ട് സുരേഷ് ഗോപി നമ്മുടെ അമ്മയുമായിട്ട് അല്പം പിണക്കമായിരുന്നു. അപ്പോൾ യാതൊരു യോഗത്തിലും അങ്ങനെയുള്ള മിക്ക ഒരു പരിപാടിക്ക് തന്നെ അദ്ദേഹം വർഷങ്ങളായിട്ട് എത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും താരങ്ങൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം അദ്ദേഹം ഇവരുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇപ്രാവശ്യം അദ്ദേഹം അവിടെ എത്തി. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇന്ന് വരെ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മണിയമ്പിള്ള രാജു പറയുകയുണ്ടായി, ഈ അമ്മ എന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്നത് അതിന് കാരണക്കാരനായത് നമ്മുടെ സുരേഷ് ഗോപിയാണ് എന്നുള്ള സത്യം. അതായത് 1994 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് നമുക്ക് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് സിനിമ ഈ താരങ്ങൾക്ക് പ്രത്യേകിച്ച് സംഘടനയൊന്നുമില്ല. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, എന്തുകൊണ്ട് മണിയമ്പിള്ള രാജുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടാ നമുക്ക് ഈ സിനിമാക്കാർക്ക് ഒരു സംഘടനയില്ലാത്തത്? നമുക്കൊരു ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കിയാൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി അതുവഴി എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം. അങ്ങനെ ഇദ്ദേഹം സുരേഷ് ഗോപി 25,000 രൂപ നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടൻ ശ്രമിച്ച് നോക്ക്, ചേട്ടൻ മുൻകൈ എടുത്ത് അത് നടത്തണം എന്ന് തീരുമാനിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം 25,000 രൂപ മണിയമ്പിള്ള രാജുവിൻ്റെ കൊടുക്കുന്നു. അപ്പോൾ ഗണേഷ് കുമാർ അതിനെ പിന്താങ്ങിക്കൊണ്ട് അദ്ദേഹവും 10,000 രൂപ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ മണിയമ്പിള്ള രാജുവും 10,000 രൂപ ഇടുന്നു. അങ്ങനെ മൊത്തം 45,000 രൂപ സംഘടിപ്പിക്കുന്നു. അങ്ങനെ 1994 തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ആദ്യമായിട്ട് 75 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു മീറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ അങ്ങനെയാണ് ഈ അമ്മ സംഘടന രൂപം കൊള്ളുന്നത് തന്നെ. അപ്പോൾ അവിടെ സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രയത്നത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താശക്തിയിൽ നിന്നാണ് ഈ ഒരു സംഘടന ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന. എല്ലാ സിനിമാക്കാരുടെയും അതിനകത്ത് മമ്മൂട്ടി മോഹൻലാലും ഒക്കെയാണ് ഇന്ന് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾ. ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്നും അവർക്കാർക്കും തോന്നാത്ത ഒരു കാര്യമാണ് ഈ സുരേഷ് ഗോപിക്ക് ചെയ്തത്. അദ്ദേഹം 25,000 രൂപ എടുത്ത് പുഷ്പം പോലെ കൊടുത്തിട്ട് പറഞ്ഞു, വേറെ ആരും ചെയ്യാത്തൊരു മനസ്സാണ് കേട്ടോ, അതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ ആ ഒരു യോഗം ഈ പഞ്ചായത്ത് ഹാളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്, ഏതാണ്ട് 75 പേരെ വെച്ചുകൊണ്ട്. അപ്പോൾ ഈ സംഘടനയ്ക്ക് അമ്മ എന്ന് പേരിട്ടിരിക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മുരളി ആണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിന് അമ്മ എന്ന പേര് നൽകിയത്. ഇതും മണിയമ്പിള്ള രാജു പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ അമ്മ എന്ന സംഘടനയിലെ 1-ാം നമ്പറുകാരൻ സുരേഷ് ഗോപി തന്നെയാണ്, 2-ാം നമ്പറുകാരൻ ഗണേഷ് കുമാർ, 3-ാം നമ്പറുകാരൻ മണിയമ്പിള്ള രാജു. ഈ സത്യമൊക്കെ ഇപ്പോൾ മാത്രമാണ് ഈ മലയാളികളിൽ ഭൂരിപക്ഷം പേരും അറിയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു പരിപാടിയില്ല, അങ്ങനെ അദ്ദേഹം മുൻകൈ എടുത്ത് തുടങ്ങിയ ഒരു സംഘടനയാണ് അമ്മ. അപ്പോൾ അവർ നടത്തിയ എന്തോ ഒരു ഷോയിലെങ്ങാണ്ട് ഏതോ ഒരു പരിപാടി നടത്തി അവിടെ അതുമായിട്ട് എന്തോ സുരേഷ് ഗോപിയായിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് അകന്ന് കുറേ നാൾ കൊണ്ട് നിന്നത്. ഇപ്പോൾ എന്തായാലും വീണ്ടും അദ്ദേഹം അവിടേക്ക് വന്നപ്പോൾ ഭയങ്കരമായ സ്വീകരണമായിരുന്നു. ആൾക്കാരെല്ലാവരും അദ്ദേഹത്തിന് വട്ടം അപാരവൃദ്ധം അവിടെയുള്ള സകല ആൾക്കാരും കുട്ടി തൊട്ട് പ്രായമായവർ വരെ അദ്ദേഹത്തെ പൊതിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇത്രയും പേരൊക്കെ നിന്നിട്ടും അന്നും, അതായത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത്. ആ സംഘടനയിൽ രൂപം കൊള്ളുന്നതിനും അന്ന് തലയെടുപ്പുള്ള ഒരുപാട് നമ്മുടെ മെഗാസ്റ്റാറും ഒക്കെ ഉള്ള ആ സമയത്തായിരുന്നു സുരേഷ് ഗോപി 25,000 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സംഘടന തുടങ്ങണമെന്ന് ആദ്യമായി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ നന്മ കൂടുതൽ നമ്മളിലേക്ക് എത്തപ്പെടുകയാണ് ഇങ്ങനെയുള്ള പുതിയ അറിവുകൾ. അന്നൊന്നും നമ്മളിതൊന്നും അറിയുന്നില്ല. അദ്ദേഹം ഒരുപാട് നാൾ കൊണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതെല്ലാം ആൾക്കാർ പറയുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോഴാണ് ഭൂരിപക്ഷം മലയാളികളും അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മ അന്നു മുതലേ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളിലേക്ക് എത്തപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളൊക്കെ എത്രയോ
വലുതാണ് എന്ന സത്യം നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.